ഈ വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ സമയത്ത് വെടിക്കെട്ട് ഉണ്ടായതാണ് ആനകൾക്ക് പ്രകോപന കാരണമെന്നാണ് പ്രാഥമികമായ വിവരം. സാധാരണ സമയങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് നിന്ന് മാറിയായിരുന്നു ഇത്തവണ വെടിക്കെട്ട് നടത്തിയത് എന്നും പറയപ്പെടുന്നു. ഇത് അവിടെ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ്. അതിന്റെ ആധികാരികമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. എന്തായാലും 2 ആനകൾ ഇടയാണ് ഉണ്ടായത്. അതിൽ 3 പേർക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. 20-ലധികം പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രികളിലുള്ളത്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ആന ചവിട്ടി അല്ല കൂടുതൽ പേർക്കും പരിക്കേറ്റത്. ആന ഒരു കെട്ടിടം, ഓഫീസ് കെട്ടിടം, ഒരു ആന കുത്തി മറ്റൊരാനയെ ഇടിക്കുമ്പോൾ ആ ആന തട്ടിയ ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അത് പഴയ കെട്ടിടമായിരുന്നു എന്ന് തോന്നുന്നു. ആ കെട്ടിടം ഇടിഞ്ഞു വീണ് കെട്ടിടത്തിന്റെ വരാന്തയിലും കെട്ടിടത്തിന്റെ ഉള്ളിലുമൊക്കെ നിരവധി സ്ത്രീകളും പ്രായമായ ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ കെട്ടിടത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ശിവേലി കാണാൻ വേണ്ടി നിൽക്കുന്നത് പ്രായമായ സ്ത്രീകൾ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ കെട്ടിടം ഇടിഞ്ഞു വീണതോടുകൂടിയാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. പീതാംബരൻ, ഗോകുൽ എന്നീ 2 ആനകളാണ് ഇങ്ങനെ ഇടഞ്ഞോടുകയും പരസ്പരം കുത്തുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ആനകളെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആനകളെ തളയ്ക്കാൻ കഴിഞ്ഞു. മറ്റേതെങ്കിലും മതപ്പാടിന്റെ പുറത്താണോ അതോ ശബ്ദം കേട്ട് പെട്ടെന്ന് ആനകൾ വരേണ്ടതാണോ? ആനയുടെ തൊട്ടടുത്ത് തന്നെ ഈ വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിക്കുന്ന ഉണ്ടായിരുന്ന വെടിക്കെട്ട് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിൽ ആന വിരണ്ടോടിയതാണോ എന്ന് കൃത്യമായി അറിയില്ല. അങ്ങനെയാണ് ആനയുമായി ബന്ധമുള്ള ആളുകൾ പ്രാഥമികമായി നൽകുന്ന വിവരം. 30-ലധികം പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. 10-20ഓളം ആളുകളുടെ സാമാന്യം വലിയ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ആന ചവിട്ടി പരിക്കേറ്റവർ തിക്കും തിരക്കിലും പെട്ട് മറ്റുള്ള ആളുകൾ അവരുടെ പുറത്തുകൂടി ഓടി ചവിട്ടേറ്റുകയും അങ്ങനെ മറിഞ്ഞു വീണവർ. അതോടൊപ്പം തന്നെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് പുറത്തേക്കൊക്കെ ഇടിഞ്ഞു വീണ ആളുകൾ, പ്രായമായ ആളുകൾക്കാണ് ഏറെയും പരിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ആന ഇടഞ്ഞ ഒരു ആനയുമായി ഇടയും സമയത്ത് തന്നെ മറ്റ് ആളുകളൊക്കെ ഈ സ്ഥലത്ത് നിന്ന് ഓടി മാറിയിരുന്നു. ആന പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്കല്ല പിന്നീട് പോയത്. അതിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് കുറേയേറെ ഈ അപകടത്തിന്റെ വ്യാപ്തി കുറെ വർദ്ധിക്കാനുള്ള സാധ്യത ഒഴിവായി എന്നതുകൂടി പറയാം. പക്ഷേ 3 പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും തുടരുക. ഇപ്പോൾ കൊയിലാണ്ടി MLA ശ്രീമതി ജമീല ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ജമീല, 3 മരണമാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. 5 പേരുടെ നില ഗുരുതരമാണ് എന്നും അറിയുന്നു. താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഇടഞ്ഞ ആനകളുടെ ചവിട്ടേറ്റ് 3 മരണമുണ്ടായത്. അത് 2 സ്ത്രീകളാണ്. 2 പേരും പ്രായമുള്ള സ്ത്രീകളാണ്. ഒരു പുരുഷനും മരിച്ചിട്ടുണ്ട്. ക്ഷേത്രോത്സവത്തിനിടെ കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ഈ വലിയ അപകടം സംഭവിച്ചത്. 5ഓളം ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് പറയുമ്പോഴാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി. 35 പേർക്ക് പരിക്കേറ്റു. ശ്രീമതി ജമീല, താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? 3ാമത്തെ പേരും മരണപ്പെട്ടു. രാജൻ മൈത്ര ഹോസ്പിറ്റലാണ് ബോഡി ഉള്ളത്. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് കയറാൻ പോകുന്നു. ഇവിടെ 10-35 ആളുകൾ ഇവിടെയാണ് ഉള്ളത്. 35 പേരും ഈ പറഞ്ഞതുപോലെ 5 പേര് മാത്രമേ താലൂക്ക് ആശുപത്രിയുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് ചികിത്സക്കാണ്. കാഷ്വാലിറ്റിയിലുണ്ട്. ഇവിടെ 2 ബോഡി ഇവിടെയാണുള്ളത്. ഒരു ബോഡി മൈത്ര ഹോസ്പിറ്റലാണുള്ളത്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ 35 പേരെ മെഡിക്കൽ കോളേജിലുള്ളവർക്ക് എങ്ങനെയുണ്ട്? പരിക്ക് കാര്യമായുണ്ടോ? കാര്യമായിട്ട് ചിലർക്കുണ്ട്. ഞാനിവിടെ ഇത് മോശമല്ലേ MLA ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. ഞാൻ അവിടെ എത്തിയതിനു ശേഷം ശരി മാഡം, ശരി. അതിന്റെ തിരക്കിലാണ് MLA. കാര്യത്തിൽ ജമീല MLA ആണ് ചേർന്നത്. ഏതായാലും ഈ 2 ആനകളും ക്ഷേത്രമുറ്റത്ത് നിന്നും പരിസരത്തേക്ക് ഓടി. ഇതിനിടയിലാണ് സ്ത്രീകൾ മരിച്ചത്. തിക്കും തിരക്കിനും ഇടയിൽപ്പെട്ട് ആണ് ഈ 35ഓളം പേർക്ക് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക്, അതായത് താലൂക്ക് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 5 പേർ ഗുരുതരമായി പരിക്കേറ്റ 5 പേർ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. 35ഓളം പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് എന്ന് MLA അറിയിക്കുന്നു. കിരൺ, ഇത് കൂടുതൽ ആനകൾ ഇവിടെ ഉണ്ടായിരുന്നോ അതോ 2 ആനകൾ മാത്രമാണോ ഉണ്ടായിരുന്നത്? 2 ആനകളുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനകൾ പരസ്പരം കുത്തിയതിനെ തുടർന്നാണ് അപകടം ഉണ്ടായതല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ്. പരസ്പരം ആനകൾ കുത്തിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. അവിടെ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. വിവരമനുസരിച്ച് അവിടെ ഒരു വെടിക്കെട്ട് നടത്തിയിരുന്നു. വെടിക്കെട്ട് സാധാരണഗതിയിൽ ആ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തുന്നത് മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് പറയുന്നു. ഇത് ആനകൾ നിൽക്കുന്നതിനോട് വളരെ ചേർന്ന സ്ഥലത്താണ് ഇക്കുറി വെടിക്കെട്ട് നടത്തിയത്. സ്വാഭാവികമായും വെടിക്കെട്ടിന്റെ ശബ്ദം ആനയെ ഒരു ജീവിക്ക് അതിനെ പ്രകോപിപ്പിക്കാൻ അല്ലെ അതിനെ വിരളാൻ സാധ്യതമാവുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ആന ആ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടാണ് വിരണ്ടത് എന്നാണ് കരുതുന്നത്. ആ ആന തൊട്ടടുത്ത് നിന്ന മറ്റൊരു ആനയെ, പീതാംബരൻ എന്ന് പറയുന്ന ആന, ഗോകുൽ എന്ന് പറയുന്ന ആനയെ
പിന്നീട് തട്ടുകയായിരുന്നു, ഗോകുൽ എന്ന ആനയെ കുത്തുകയായിരുന്നു. ആ ഗോകുൽ ആന പലതവണ ഈ ആന കുത്തി. അങ്ങനെ കുത്തി ഗോകുൽ ആന ഒരു കെട്ടിടത്തിന്, ക്ഷേത്രത്തിന് തന്നെ ഒരു കെട്ടിടത്തിലേക്ക് ചെന്നിടിക്കുകയായിരുന്നു. ആ കെട്ടിടം പഴയ കെട്ടിടമായിരുന്നു. ആ കെട്ടിടം ആനയുടെ ശക്തമായ ഇടിയിൽ തകർന്നു വീണു. ഈ കെട്ടിടത്തിന് ഉള്ളിലും കെട്ടിടത്തിന്റെ വരാന്തയിലും കെട്ടിടത്തിനുള്ളിലുമായിട്ടുമൊക്കെ പ്രായമായ സ്ത്രീകളും ആളുകളും ഒക്കെയാണ് ആ സ്ഥലത്തിരുന്ന്. ഈ തിരക്കൊക്കെ വരുന്ന സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പ്രായമായ ആളുകൾ ശിവേലി കാണാൻ വേണ്ടി ഈ സ്ഥലങ്ങളിലേക്ക് ഇത്തരം ഓഫീസിന്റെ വരാന്തയിലൊക്കെ കയറിയിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ആളുകളുടെ പുറത്തേക്കാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്, ഒരു ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീണത്. അങ്ങനെ ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീണാണ് ഈ സ്ത്രീകൾക്ക് മരണം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പുരുഷനും മരിച്ചിട്ടുണ്ട്. മറ്റു കുറേയേറെ പേർക്ക് പരിക്കേറ്റത്. ആന ഇടഞ്ഞതോടുകൂടി ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. അങ്ങനെ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങിയ ആളുകൾ മറ്റ് ആളുകളുടെ പുറത്ത് ചവിട്ടിയും ഒക്കെ അപകടമുണ്ടായിട്ടുണ്ട്. പിന്നീട് ആനയുടെ ചവിട്ടേറ്റാണോ മറ്റ് അപകടങ്ങൾ ഉണ്ടായതും എന്നും വ്യക്തമല്ല. ആനയുടെ പുറത്ത്, രണ്ട് ആനയുടെയും പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നു, ജീവിതമൊക്കെ പിടിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. രണ്ട് ആനകൾ തമ്മിൽ പരസ്പരം കുത്തുമ്പുന്ന സമയത്തും ഇതിന് രണ്ടിൻ്റെ മുകളിൽ ആളുണ്ടായിരുന്നു. ഒരു ആനയുടെ മുകളിലിരുന്ന ആൾ രണ്ടാനയ്ക്കും ഇടയിലേക്കാണ് ഇടയ്ക്ക് വീണത്. രണ്ടാനകളുടെ ഇടയിലേക്കായിരുന്നു വീണത്. പക്ഷേ ആനകൾ പിന്നീട് അദ്ദേഹത്തിന് ചവിട്ടേറ്റോ എന്നത് കൃത്യമായി വ്യക്തമല്ല. അദ്ദേഹത്തിനും ഗുരുതരമായ രീതിയിലേക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ആനകളുടെ ചവിട്ടിലാണോ പരിക്കേറ്റത് അതോ മറ്റെന്തെങ്കിലും വീണാണോ എന്നതും വ്യക്തമല്ല. എന്തായാലും വളരെയേറെ നേരം രണ്ടുപേരും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ആനയുടെ പുറത്ത് തന്നെ ആന ഈ മറ്റാനയുമായി പരസ്പരം മല്ലടിക്കുന്ന സമയത്തും ആനയുടെ കൊമ്പ് വരെ താഴെ എത്തുന്ന രീതിയിലടക്കം തല കുനിച്ചടക്കം ആനകൾ പരസ്പരം പോരടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും അടക്കം രണ്ട് വശത്തേക്ക് തെറിച്ചു പോയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ വലിയ നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ സ്വാഭാവികമായും അത് പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ പരിചയസമ്പന്നരായ ആളുകളായിരിക്കണം ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ആനയുടെ പുറത്ത് ഇരിക്കുമ്പോൾ തന്നെ ആനയുടെ പുറത്തേക്കും കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. കെട്ടിടത്തിൻ്റെ പാറക്കല്ലുകളും ഒക്കെ ഇടിഞ്ഞ് ആനയുടെ പുറത്തേക്കും വീഴുന്നുണ്ടായിരുന്നു. അതും ഈ ആനയുടെ പുറത്തിരുന്ന ആളുകളുടെ ദേഹത്തൊക്കെ വീണിട്ടുണ്ട്. പിന്നീട് എന്തായാലും ഈ രണ്ടാനകളും ആൾക്കൂട്ടത്തിനിടയിലേക്കല്ല ഓടിയത് എന്നതാണ് വലിയ ആശ്വാസമായത്. പക്ഷേ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്കായിരുന്നു ഈ ആനകൾ ഓടിയതെങ്കിൽ ഇപ്പോഴത്തെ അപകടത്തിൻ്റെ വ്യാപ്തി എത്രയോ വർദ്ധിക്കുമായിരുന്നു. അത് ഒരു തരത്തിൽ അപകടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞത് ആനകൾ അധികം ആളുകൾ ഇല്ലാത്ത ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു പുരയിടത്തിലേക്കാണ് ആനകൾ രണ്ടുപേരും ഓടിക്കയറിയത്. ഒരു ആനയ്ക്ക് പിന്നാലെ മറ്റേ ആനയും അങ്ങോട്ടേക്ക് തന്നെ പോവുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പാപ്പാന്മാർ നിരന്തര പരിശ്രമത്തിനൊടുവിൽ ആനകളെ രണ്ടിനെയും തളയ്ക്കാൻ കഴിഞ്ഞത്. മതപ്പാട് കൊണ്ടാണോ ഇനി മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. മതപ്പാടുള്ള ആന അല്ല എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ആനയുമായി അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്നതൊക്കെ പിന്നീട് തിരിച്ചറിയേണ്ട ഒന്നാണ്. ഈ വെടിക്കെട്ടുണ്ടായി ആനയുടെ തൊട്ടടുത്ത് വെടിക്കെട്ടുണ്ടായപ്പോൾ ആ വെടിക്കെട്ടിൽ സ്വാഭാവികമാണ് ആനകളുടെ തൊട്ടടുത്ത് വെടിക്കെട്ട് നടത്തരുത് എന്നത് വ്യവസ്ഥ തന്നെ ഉള്ളതാണ്. സാധാരണഗതിയിൽ ആനകൾക്ക് അത്ര വലിയ ശബ്ദങ്ങൾ താങ്ങാനുള്ള ശേഷിയില്ല. അത്തരം വലിയ ശബ്ദങ്ങൾ വരുമ്പോൾ ആനകൾ വിരളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ആനകൾ വിരണ്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ പ്രാഥമികമായ വിവരം. എന്തായാലും ഒരു ഭാഗത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും കേരളമാകെ ആ കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് നാട്ടാനകളുടെ അമ്പലത്തിൽ എഴുന്നള്ളിച്ച ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിച്ച ആനകളുടെ ചവിട്ടേറ്റ് ഇപ്പോൾ 3 പേർ മരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും മരിച്ച 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാനത്തിൽ ജമീലെ MLA അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 7 പേരുടെ നില, നേരത്തെ 5 പേരുടേതായിരുന്നെങ്കിൽ 7 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ. 14 പേരെയാണ് നിലവിൽ, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അതിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ട വിദഗ്ധ ചികിത്സ ആവശ്യമായ 14 പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. പലരുടെയും ശരീരത്ത് മറ്റു ആളുകൾ ചവിട്ടിയുണ്ടായ പരിക്കുകൾ, അതോടൊപ്പം തന്നെ തിരക്കിൽ വീണുപോയ ആളുകളുണ്ട്. ഏറെയും പ്രായമായ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയാണ് ഇത്തരത്തിൽ വീണുപോയിട്ടുള്ളത്. അവർക്ക് മുകളിലൂടെ മറ്റാളുകളൊക്കെ ഓടിയപ്പോൾ ഉണ്ടായ പരിക്ക്, അതോടൊപ്പം തന്നെ ഈ കെട്ടിടം ആന തട്ടിയിട്ട കെട്ടിടം വീണ് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ വീണ് പരിക്കേറ്റവർ, അതോടൊപ്പം തന്നെ ആന ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ ആനയുടെ ചവിട്ടേറ്റ് ആയ ആളുകൾ, അങ്ങനെയൊക്കെ പലതരത്തിൽ ഈ തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിനിടയിൽ ഓരോരുത്തർക്കും എങ്ങനെയാണ് പരിക്ക് എന്നതൊന്നും കൃത്യമായി പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. ഈ 7 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചിലർക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. അതും പ്രായം കൂടിയ ആളുകൾ, സ്ത്രീകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അവർക്ക് വളരെ വേഗത്തിൽ ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ആന നിന്ന സ്ഥലത്ത് തൊട്ടടുത്ത് അധികം ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കുറച്ച് സ്ഥലം മാറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന അധികം ആളുകൾക്ക് ആ തരത്തിൽ പരിക്കുണ്ടായില്ല. ആനയുടെ തൊട്ടടുത്തുണ്ടായിരുന്നത് പ്രധാനമായും ഈ
ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഈ ആളുകളും അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ആയിരുന്നു തൊട്ടടുത്ത് ഉണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് വലിയൊരു ഒരു കോൺക്രീറ്റ് പന്തൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വെച്ചാണ് ആനകൾ പരസ്പരം ഈ തരത്തിൽ ഏതായാലും വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. 5 പേരുടെ നില ഇപ്പോഴും 7 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇവരിൽ 3 പേർ നേരത്തെ 3 പേർ മരിച്ച വാർത്ത കൂടി പുറത്തു വരികയാണ്. 35 പേർക്ക് പരിക്കുണ്ട്. ശ്രീ കാനത്തിൽ ജമീലെ MLA അവിടെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് കൂടുതൽ പേരുടെ നില ഗുരുതരമാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആനയെ കണ്ട് വിരണ്ട് ഓടിയവരുണ്ട്, ഇക്കൂട്ടത്തിൽ ആന ചവിട്ടിയവരുണ്ട്, ആനയുടെ ചവിട്ടേറ്റവരുണ്ട്. അങ്ങനെ വളരെയധികം വലിയൊരു സംഭവമായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ 2 ആനകൾ വിരണ്ടോടുന്ന ദൃശ്യങ്ങളാണ്. 2 ആനകൾ വിരണ്ടോടുകയാണ്. ഒരു ആന മറ്റൊരു ആനയെ കുത്തി, തുടർന്ന് 2 ആനകളും വിരണ്ടോടുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ട ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആന പെട്ടെന്ന് വിരണ്ടതറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിലത്ത് വീണും മറ്റും നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരൊക്കെ ഈ സ്ഥലത്ത് ഉത്സവം കാണാനായി, ഈ കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ നാളുകൾക്ക് മുൻപ്, നേരത്തെ ഒരു പ്രദേശവാസി പറയുന്നുണ്ടായിരുന്നു, വളരെ നാളുകൾക്ക് മുൻപ് ഇത്തരമൊരു അപകടം ഉണ്ടായിരുന്നു, ആന ഇടുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉത്സവം ഇവിടെ ഈ പറഞ്ഞതുപോലെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ആനകൾ, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ആനകൾ ഉത്സവങ്ങൾക്കിടയിൽ വിരളുന്ന പശ്ചാത്തലം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്ന സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു ഗൗരവതരമായ കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇടഞ്ഞ ആനകളെ തളച്ചു അല്പസമയത്തിന് ശേഷം. പക്ഷേ അപ്പോഴേക്കും ഇത്രയധികം 3 പേർ മരിച്ചു. കാഷ്വാലിറ്റി ഉണ്ടാകുന്നു, പരിക്കുകൾ കൂടുതലായി ഉണ്ടാകുന്നു. ആളുകളെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്കും അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലും മറ്റും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 35ഓളം ആളുകൾ ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 7 പേരുടെ നില ഇതിനകം ഗുരുതരമായിട്ടുണ്ട് എന്നുള്ളതാണ്. കൊയിലാണ്ടി കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ഈ അപകടമുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിക്കും തിരക്കിനും ഇടയിൽപ്പെട്ട് ഈ ആനകൾ, നിരവധി ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. 1000ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മറ്റും വ്യക്തമാകുന്നത്. പെട്ടെന്ന് ഈ ആനകൾ ആൾക്കൂട്ടത്തിലേക്ക് ഓടി വന്നപ്പോൾ ഇവരിൽ പലരും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് ഈ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ അപകടത്തിൽപ്പെട്ടത് എന്നതും ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. MS സനീഷ് കുമാർ ഇപ്പോൾ ചേരുന്നുണ്ട് ആശുപത്രിയിൽ. സനീഷ്, എന്താണ് അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം? 35 പേർ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 7 പേരുടെ നില ഗുരുതരമാണ്. എന്താണ് മനസ്സിലായത്? മരിച്ച 2 സ്ത്രീകളുടെ മൃതശരീരങ്ങൾ ഇതിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം വിവിധ ആശുപത്രികൾ, പ്രത്യേകിച്ചും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും മറ്റും ചികിത്സ തേടിയ ആളുകളെയും ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകം 14 പേരെ ഈ ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ അവശേഷിക്കുന്ന മറ്റു ചിലരെ കൂടി ഇവിടേക്ക് എത്തിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചില സ്വകാര്യ ആശുപത്രികളിലെയും ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 പേരുടെ മരണമാണ് ഇതിനകം
സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ സ്ത്രീകളാണ്, ഒരു പുരുഷനുമാണ് മരിച്ചിരിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റിയുടെ ഓഫീസ് ആന പൂർണ്ണമായി തകർക്കുകയും ചെയ്തിരിക്കുന്നു. പരിക്കേറ്റവരിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരു കുട്ടിയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ്. ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കും. കാനത്തിൽ ജമീല MLA അടക്കമുള്ള ആളുകൾ ഇതിനകം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്.